ആദ്യമായിട്ട് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷീല ചേച്ചിയെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. കാരണം ഒരുപക്ഷെ ഈ സിനിമ ചലച്ചിത്ര മേഖലയിലുള്ളവർക്കൊക്കെ സ്റ്റേജിൽ വന്ന് ഓഡിയൻസിന്റെ ലൈവായിട്ട് കാണുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര മടിയൊക്കെ ഉണ്ടാവും. ആ മടി മാറണമെങ്കിൽ നല്ലൊരു കൈയടി കൊടുത്താൽ മതി. എന്ന് പറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. അതിന് കാരണക്കാരും ഓഡിയൻസായ നമ്മൾ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. എന്നെ തന്നെ ആദ്യമായിട്ട് പ്രസംഗിക്കാനായിട്ട് തിരഞ്ഞെടുത്തതിൽ. പിന്നെ ജലാലിനെ ഇവിടെ പറഞ്ഞല്ലോ, ഞാനും ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ല കേട്ടോ. എന്നെ ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ സിനിമയിൽ 5 പൈസ പോലും മുടക്കിയിട്ടില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിതിനാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ നട്ടല്. അപ്പോൾ ജിതിനെ ഞാനിവിടെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ഒരു സിനിമ ഉണ്ടാകുന്നത് തന്നെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരുപാട് ടെൻഷനും വേദനയും, പിന്നെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആർട്ടിസ്റ്റിനെ കിട്ടി പൈസ കയ്യിലുണ്ടെങ്കിൽ ലൊക്കേഷൻ കണ്ടൊക്കെ കഴിഞ്ഞ് ഒരു സിനിമ ഷൂട്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കി അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്കൊക്കെ കടന്ന് നല്ല ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ ഈ സിനിമ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. പിന്നെ എൻ്റെ ഡയറക്ടേഴ്സ് ഷാഫി ആൻഡ് ഷാനു, രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക എഫേർട്ട് വൻ വിജയമായി തീരട്ടെ. പിന്നെ ഞാനിന്നും ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം, മറ്റാരുമല്ല, ഈ സിനിമയുടെ ഹീറോ ബിപിനാണ്. ബിപിനെ ഞാൻ ആക്ച്വലി പണ്ട് തൊട്ട് ഒരുപാട് സിനിമകളിലൂടെ ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റായി മാറിയത് റീസെൻ്റ്ലി ആണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ബാഡ് ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞതും. അദ്ദേഹം ഒരിക്കലും ഒരു സിനിമാക്കാരനല്ല. എന്താ പറയുക, സിനിമാക്കാർ മോശമെന്നല്ലോട്ടോ പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും ഒരു സിനിമാക്കാരനല്ല. നമ്മളൊക്കെ കാണുന്ന സാധാരണ ഒരു വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് ഭയങ്കര സഹോദര തുല്യനാണ്. എനിക്ക് ഞങ്ങളെന്നും സംസാരിക്കാറൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പോൾ ചിലപ്പം എന്താ പറയുക, സംസാരം നീണ്ടുപോകും. അത്രയും നല്ല ഒരു ഗുഡ് വൈബുള്ള സഹോദര തുല്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ബിപിൻ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, എനിക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് ഞാനിവിടെ നിൽക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ബിപിൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ പടം വൻ വിജയമായി വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, മെറീന, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തായിട്ട് വിളിക്കാൻ പോകുന്നത് മലയാള ചലച്ചിത്ര ലോകത്ത് കലാ സംവിധായകനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ ബാവക്കയാണ്. ബാവക്ക നമ്മുടെ സംവിധായകന്റെ ഷാനു കാക്കൂറിന്റെ ഗുരുനാഥൻ കൂടിയാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബാവക്കയെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. കുറച്ചോടെ ഞാൻ പറഞ്ഞു, ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ, സെറ്റല്ലേ? താങ്ക് യു. നമസ്കാരം. ആകെ ഒരു കാര്യം ഇവൻ കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ കൂടൽ ഇപ്പോഴത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഷാനു എൻ്റെ കൂടെ കുറേ വർഷങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു സിനിമ ഉണ്ടാവുന്നത് കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനിപ്പോൾ സ്റ്റിൽ ഐ എം ഇൻ ഇൻഡസ്ട്രി. എനിക്കറിയാം എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടെന്നുള്ളത്. എനിവേ, ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. കൊടുക്കണം, കൈയടിക്കാതിരിക്കരുത്. കാരണം മലയാള സിനിമയുടെ നെടുമേനാണ്, ഒരുപാട് പേരുടെ സ്നേഹമുള്ള ഒരു കലാകാരനാണ്. ബാദുഷക്കയുടെ വളരെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാനായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഏറ്റവും ആദ്യം വന്ന ഞാനായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒന്നും തുടങ്ങാത്തതുകൊണ്ട് ഞാൻ പിന്നെ ലുലുവിലോട്ട് പോയതാണ്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ബിപിനോട് പറഞ്ഞു, എനിക്ക് അവിടെ പോയി ഞാൻ പറയാം ലുലു പോയി നമ്മുടെ കിളീനെ കാണാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ കിളി പോയിരിക്കുവാണ്, ആളൊന്നും വരാത്തത്. ഇപ്പോൾ ഇവിടെ നിറച്ച ആളായിട്ടുണ്ട്. പിന്നെ കിളി ഉള്ളതിനേക്കാളും നല്ലത് കിളി ഇല്ലാത്ത സ്ഥലമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഏതായാലും ഈ സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ ഒരു വലിയൊരു കൂടലായി മാറട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിതിനെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെൻഷനെല്ലാം പറഞ്ഞു.
ഒരു നല്ല സമയം നോക്കി ഇപ്പോഴത്തെ ഈ മഴയും കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണം സിനിമ ഇറക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ഒരു നല്ല വിജയമായി മാറട്ടെ. കുറേ പുതിയ ആൾക്കാരുടെയും ഒരുപാട് കലാകാരന്മാരുടെയും എല്ലാം വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു സിനിമയാണ് കൂടുതൽ. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മലയാളികളായ നമ്മുടെ മനസ്സിൽ ഇത്രത്തോളം ഇവരെ പോലെ വിടം നേടിയവർ വേറെ ഇല്ല. കയ്യടി പോരാട്ടെ, നല്ലൊരു പഞ്ച്. എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരട്ടെ രണ്ടുപേരും. കാരണം ഉള്ള കുത്തേരിയാണ്. എന്ത് പറഞ്ഞാൽ നല്ല മറുപടികളാണ്. ഭയങ്കര സൗണ്ട് കുറയ്ക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഒരു ചിരി ബമ്പർ ചിരിയുടെ പേരിലാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തെങ്കിലും ഞാനും കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് വിൻഡോ പോയോ വിൻഡോ ആണ് ഡയറക്ടർ. അപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നു. ഇപ്പോൾ നിങ്ങൾ കയ്യടിച്ച ഈ കയ്യടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഓരോ സിനിമയുടെയും വിജയം എന്ന് പറയുന്നത്. ഇവിടുന്ന് കയ്യടിച്ച് തുടങ്ങണം. ഈ കൂടലിൻ്റെ സിനിമ തിയേറ്ററിൽ വരുമ്പോഴും നിങ്ങളെല്ലാം കൂടെ കൂടി ഒരു കൂടലായിട്ട് ഈ സിനിമ വിജയിപ്പിക്കും. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പ്രോത്സാഹനവുമാണ് ഓരോ സിനിമയുടെയും വിജയം എന്ന് പറയുന്നത്. ഞാനിന്ന് ഇവിടെ വന്നത് ബിബിക്കുട്ടന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഗുഡ് സോളാണ്, ഒരു നല്ല മനുഷ്യനാണ് ബിബിയെ. ഞാൻ തീർച്ചയായിട്ടും ഒരു ചിരി ബമ്പർ ചിരിയുടെ ഫ്ലോറിൽ വന്നാണ് ഞാൻ ബിബിയായിട്ട് കൂടുതൽ അടുക്കുന്നതും. ബിബിക്ക് സത്യത്തിൽ എന്നെ പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര ചാടയും വിചാരിച്ചില്ല. പിന്നെ ഓഫ് കോഴ്സ് ഒന്നുമില്ല, ഇത്രയും നാൾ ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടിരുന്നു. ഇപ്പൊ ബിബി കൂടെ അത്രയേ ഉള്ളൂ. സോ ബിബി എന്ന് പറയുന്നത് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ്. ആ ടെൻഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോൾ താരങ്ങളെ കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു, നിങ്ങൾ പോയി. പക്ഷേ ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട് ഈ സിനിമയുടെ പുറകിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്ന പ്രോത്സാഹനം ഈ സിനിമയുടെ പുറകിലും ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. പിന്നെ ബിബി, നിന്റെ മോളെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മിക്കവാറും അവിടെ എൻ്റെ കൂടെ പോകും. ഒരു ചിരിയിലും മക്കൾക്ക് ആരും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോൾ മഞ്ജുപിള്ളയാണ് പറഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ക്രൂ, ഡയറക്ടർ ഷാഫി ആൻഡ് ഷാനു, പ്രൊഡ്യൂസർ ജിതിൻ, നമ്മുടെ പപ്പ ഇവിടെ നമ്മുടെ സിനിമാറ്റോഗ്രാഫി പപ്പ, പിന്നെ മ്യൂസിക് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് പറ്റുമോ, സിബു. അടിപൊളി മ്യൂസിക്കാണ്. ബിബി അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുണ്ട്, സൂപ്പർബായിട്ട് പാടി വെച്ചിട്ടുണ്ട്. നല്ല മ്യൂസിക്കാണ്. പിന്നെ ഈ പിക്ചറും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഭവം എനിക്ക് പറഞ്ഞാലും മതിയാവില്ല. പ്രത്യേകിച്ച് ബിബിയും കൂടെ ആയതുകൊണ്ടായിരിക്കും. ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. മോർ പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എല്ലാവരും എത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ഗ്രൂപ്പ്. മെറീന സോറിടാ, ഇല്ലെങ്കിൽ അവരുടെ വെളിയിറക്കിയതാണ്. ബാക്കി നായകന്മാരുടെ പേരൊന്നും എനിക്ക് എടുത്തറിയില്ല. മെറീനയാണ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. നമസ്കാരം. മൊബൈൽ ഫോണിൽ കൂടി എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ഉറങ്ങുന്ന ഒരു ചേച്ചി സുഖമാണോ എല്ലാവർക്കും? കുഴപ്പമില്ല, എനർജി വരുത്താം നമുക്ക്. കൂടൽ എന്ന് പറഞ്ഞ പടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ബിംബ്രോയുടെ വായിന്നാണ്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇതുവരെ കൂടലെന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. കാരണം ദിവസവും ബിബിൻ ബ്രോ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതിനകത്ത് വന്ന് കൂടി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ബിംബ്രോ എവിടെയാണ്? എടാ ഞാൻ ഒരു ഷൂട്ടില്ല. നമ്മൾ എന്ത് ഷൂട്ടാണ് ബിംബ്രോ? ഞാനൊരു 46 പെൺകുട്ടികളുടെ കൂടെ കാലടിയില്ല. ഞാൻ 46 പെൺകുട്ടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണോ പോയത്? എനിക്ക് നല്ല സംശയമുണ്ടത്. അപ്പോൾ അത്രയ്ക്കും മാത്രം എല്ലാ ദിവസവും ഒരു പ്രൊമോഷനെങ്കിലും മിനിമം ചെയ്യുന്നുണ്ട്. മലയാള സിനിമ ഇപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ഏജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഉള്ള ആക്ടേഴ്സ് തന്നെ ഇപ്പൊ പെർഫോമൻസ് വേറെ ലെവലിൽ കൊണ്ടുപോയി വെച്ചേക്കാണ്.
അത് മാത്രം അല്ലാതെ നമ്മുടെ സിനിമ മൊത്തത്തിൽ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കളർഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തില് ഒരു വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പേജ് ആവട്ടെ കൂടൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു. നല്ലൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇതിന്റെ കൂടെയുള്ള എല്ലാ വർക്ക് ചെയ്ത ക്രൂവിനും കാസ്റ്റിനും മെമ്പേഴ്സിനും എന്തിനേറെ പറയുന്നു, ഇതിലെ ഓരോ ക്യാമറയ്ക്കും വരെ എന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേടിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെയധികം സന്തോഷം. എന്നെ സംബന്ധിച്ച് ഇത് ഇച്ചിരി വൈകാരികമാണ്. എൻ്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോഞ്ചിന് ഞാൻ വിളിക്കാതിരുന്നിട്ട് പോലും വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ബിബിൻ. വർഷങ്ങളായിട്ട് ഒരുമിച്ച് നടന്ന കൂട്ടുകാർ അവരുടെ ഇഷ്ടത്തിൽ അവരുടെ ആഗ്രഹത്തിനുള്ള സ്ഥലത്ത് എത്തുമ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്തിയത്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സുഹൃത്താണ് ബിബിൻ. അതേ സന്തോഷം തന്നെയാണ് എനിക്ക്. കൂടുതൽ എന്ന് പറഞ്ഞ സിനിമ ബിബിൻ നായകനാവുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ഇവിടെ നിൽക്കുമ്പോൾ ആ സുഹൃത്ത് നിലയിൽ വളരെയധികം സന്തോഷം. ഞാൻ എപ്പോൾ ചോദിച്ചാലും കൂടുതൽ സിനിമയുടെ ഏതെങ്കിലും ഒരു പ്രൊമോഷനിലായിരിക്കും. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഒരു കാര്യത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് 12 കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് കയറുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഈ സിനിമയുടെ ഒപ്പം തന്നെ നിൽക്കുന്നത്. വളരെയധികം സന്തോഷം. പിന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന രണ്ടുപേരും ടെൻഷൻ കാണുമ്പോൾ എനിക്കറിയാം ഇത് ഫൈനൽ ഔട്ട് ക്യൂബിൽ അപ്ലോഡായി കഴിഞ്ഞാൽ ഇവർ ടെൻഷൻ മാറുള്ളൂ. നമ്മളിത് പ്രൊഡ്യൂസർ, ഇവിടെ നിൽക്കുന്ന ഈ സിനിമയൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ വളരെയധികം വിജയമാകട്ടെ, നല്ലത് സംഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി. കൂടൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കേരളത്തിലെ പല മുക്കിലും മൂലകളിലും വൈകുന്നേരം 7 മണിക്ക് ഒരു കൂടലുണ്ട്. പക്ഷെ ഈ കൂടൽ ആ കൂടലല്ല. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വൈഫ് പറഞ്ഞു, വൈഫോടെ തുറന്നു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈകിട്ട് കൂടൽ, ഇന്നും കൂടലോ? ആ കൂടലല്ല. കൂടൽ എന്ന് പറയുന്നത് ബിബിൻ ജോർജിന്റെ സിനിമയുടെ ടീസർ ലോഞ്ചിങ്. ആ ശരി. അപ്പോൾ എന്തായാലും ഈ കൂടുതൽ വലിയ ഒരു കളക്ഷൻ അല്ലെങ്കിൽ വലിയൊരു മാറ്റം, വലിയൊരു ഹിറ്റായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ സഹോദര തുല്യൻ എന്നല്ല, സഹോദരനും ഒരു മകനുമൊക്കെയാണ് ബിബിൻ. ആ പക്ഷെ ഒരു കുരുത്തക്കെട്ട മകനാണെന്ന് മാത്രമല്ല. അല്ലേ, ബിബിൻ ഭയങ്കര സ്നേഹമുള്ള, എല്ലാവരും പറഞ്ഞ പോലെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നല്ലത് വരട്ടെ. അതുപോലെ നിറീന എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. മകളല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ മോള്. അപ്പോൾ എന്തായാലും ഡയറക്ടേഴ്സ് ഇതിനെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നല്ല രീതിയിൽ തന്നെ കിട്ടട്ടെ, ജനങ്ങൾ ഹൃദയത്തോട് ചേർക്കട്ടെ, ഈ സിനിമ ഹിറ്റാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ഞാൻ. നായിക എല്ലാവരെയും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മുടെ ഷാഫി, എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ എന്തായാലും ഈ പടം ഹിറ്റാവട്ടെ, കൂടുതൽ ഹിറ്റാവട്ടെ എന്നൊരിക്കൽ കൂടി പറയുന്നു. താങ്ക് യു. നല്ല അംഗം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനമുള്ള നിമിഷമാണ്. പ്രത്യേകിച്ച് ഞാൻ ബിബിനെ കാണാൻ ആഗ്രഹിച്ചു, ബിബിൻ എന്നെ കാണാൻ ആഗ്രഹിച്ചു. ആ സമയത്താണ് ആദ്യമായി കാണുമ്പോൾ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒപ്പം ഉള്ളവരോട് പറഞ്ഞു, കണ്ടോടാ, സിനിമാക്കാർക്ക് വരെ നമ്മൾ അറിയാം. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള നാർഷികൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ സമയത്ത്. അപ്പോൾ സകല കലാവല്ലഭനായിട്ടുള്ളൊരു നായകൻ പ്രയത്നിച്ച് കടന്നു വന്ന, ഇവർക്കൊക്കെ ആക്ഷൻ വിളിക്കുന്നതിന് മുന്നേ എനിക്കൊക്കെ ആക്ഷൻ വിളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഷാഫി എപ്പിക്കൾ, ഷാനു, ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഷാനു, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ. അതുപോലെ ഷജീർ പപ്പ, ആ പറയുന്ന സാധനം എൻ്റെ മുഖത്ത് ക്യാമറ കുറേ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ സിബു സുകുമാരൻ, നമ്മൾ ഒരുപാട് പാട്ടുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആസ്വാദകരായി മാറി. അത് ഈ പറഞ്ഞ ബാക്കിൽ പോയി നിൽക്കേണ്ട ഒരു ഘടകമല്ല. മ്യൂസിക്കിൻ്റെ അകമ്പടി ഒരു സിനിമയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇവരൊക്കെ വിശ്വസിച്ച് ഒപ്പം നിന്ന് ജിതിൻ, അല്ലേ, അദ്ദേഹത്തിൻ്റെ നെഞ്ചിടിപ്പ് മാറ്റിക്കൊടുത്ത് സന്തോഷം പകരുന്ന, ഇപ്പം പ്രിൻസ് ഫാമിലി, അത് ആ പടം ഹിറ്റായതുപോലെ കൂടുതലൊരു വൻ ഹിറ്റായി മാറട്ടെ. പിന്നെ ലോകത്തന്നെ കൂടൽ എന്ന് പറഞ്ഞ വാക്കിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ.
നമ്മളെപ്പോൾ കുടുംബത്തെക്കുറിച്ച് കൂടുമ്പം ഇമ്പം ഉള്ളതാന്നൊക്കെ പറയുന്ന പോലെ സുഹൃത്തുക്കൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം അത് കുടുംബക്കാർ കൂടുമ്പോൾ പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാനത് അനുഭവിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല ചങ്ക് ബ്രോസ് ഉള്ളത് കൊണ്ടാണ്, കഴിവുകൊണ്ടല്ല. ഞാനൊന്നും ഈ ഒരു ഇൻഡിവിജ്വൽ ആൽബം മീഡിയയിൽ നമ്മളൊരു ആരെങ്കിലും എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിക്കുമ്പോൾ ആരെങ്കിലും കൈയടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഹൃദയം കൊണ്ട് പരസ്പരം അറിയുന്നവർ ഒരുമിച്ച് കൂടിയ കൂടൽ എന്ന സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ചങ്ക് ബ്രദർ ജലാൽ ഇതിൻ്റെ അവതാരകനായിട്ട്, ഈ കൂടലിൻ്റെ എത്രാമത്തെ പ്രൊമോഷനാണ് ജലാൽ കേട്ടില്ല. ഞാൻ ഒരു ദിവസം വണ്ടിയിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജലാല് വീഡിയോ കോൾ വന്നു. നോക്കുമ്പോൾ ഒരു സംഘം മുഴുവനുണ്ട്. ബിബിൻ എൻ്റെ ദിൽഹ ഫാത്തിമയിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ, നിങ്ങൾ നടക്കുന്നത് കൂടുതൽ പ്രൊമോഷൻ ആണെങ്കിലും നമുക്ക് വീണ്ടും ദിൽഹ ഫാത്തിമയ്ക്ക് പ്രൊമോഷൻ കിട്ടിയെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു നല്ല തെളിയിച്ച ആക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകല കലാവല്ലഭനാണ്. ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ നമ്മളെപ്പോലും അല്ല. ആ പാട്ടിന് ഷാഫി എന്നെ വിളിക്കായിരുന്നു, അത് മുടക്കി. അതുകൊണ്ട് സന്തോഷമായല്ലോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട് എല്ലാ പരിപാടികളും. മഹാവിജയമാകട്ടെ. ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ലൊരു ഏഴ് കൊടുക്കട്ടെ, പറയാതെ. കാരണം ഇന്ന് വന്നതിൽ ഏറ്റവും സൂപ്പർ ഷർട്ടിന് കൈയടിയാണ്. ആ വളരെ സന്തോഷം. വലിയൊരു അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, എന്നെ ഹൃദയം കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളെ വിളിച്ചു. ഓരോ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഇന്ന് മഴയുടെ പ്രശ്നമുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ കിളി വന്നതിൻ്റെ കുറേ തിരക്കുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചാൽ എന്നോട് ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഇന്ന് വന്നു എന്നുള്ളതാണ്. ഞാൻ അത് മാത്രമാണ് നോക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ നാദർഷിക്ക എന്നോട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ നാദർഷിക്ക ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പെട്ടുപോയി. പക്ഷേ അമരബ്രന്തോണി മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന നാദർഷിക്കയുടെ കാലുക്ക ഇവിടെ എത്തി. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, കാലുക്ക ഇവിടെ ഉള്ളത്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ, ഞാൻ പുള്ളിനെ വിളിച്ചിട്ടില്ല, ബേസിക്കലി ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, എൻ്റെ മനസ്സിൻ്റെ ടീം, എന്നെ വെച്ച് കുറേ നാള് സിനിമ എടുക്കണമെന്ന് പറഞ്ഞ അഭിലാഷ്, അങ്ങനെ കുറേ ആളുകൾ ഇവിടെ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, അമ്മച്ചി, വൈഫ്, പിന്നെ മഞ്ജു പിള്ളേന് ഇഷ്ടമുള്ള എൻ്റെ കൊച്ച്. നീ വീട്ടിട്ട് കേട്ടോ, തരാട്ടോ നിനക്ക് ഞാൻ. അപ്പോൾ അത്രയും. പിന്നെ ഷാഫിക്ക, ഞാൻ എന്താ പറയുക, ഷാഫിക്ക ഇതുപോലെ തന്നെയാണ്. അതായത് എവിടെയോ ഞങ്ങൾ തമ്മിൽ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട് പലതവണ. അപ്പോൾ ആ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഷാഫിക്ക വന്നത്. അതിന് വലിയ നന്ദിയുണ്ട് ഷാഫിക്ക. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടുകളൊക്കെ ഇവർ നിർബന്ധിച്ചിട്ട് പാടുന്നതാണ്, അല്ലാണ്ട് ഒരിക്കലും ഞാനായിട്ടൊരു കാര്യത്തിൽ നിർബന്ധിക്കാറില്ല. ഇതൊക്കെ എനിക്ക് അഭിനയത്തിൻ്റെ കൂടെ കിട്ടുന്ന ബോണസാണ്. ഇനിയുണ്ട് നമ്മുടെ PR മഞ്ജു ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ തന്നാണ്. ആ വെടിക്കെട്ട് സിനിമ അതിൻ്റെ ജയപരാജയങ്ങൾക്ക് ഉപരിയായിട്ട് ഈ കേരളത്തിലെ 236 ആളുകൾക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയ, പുതുമുഖങ്ങൾക്ക് അവസരം ഒരുക്കിയ, പാട്ടുകാർക്ക് അവസരം ഒരുക്കിയ, മ്യൂസിക് ഡയറക്ടേഴ്സിന് അവസരം ഒരുക്കിയ ബാദുക്കെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സന്തോഷം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അവിടെയൊക്കെ നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. നമ്മളുള്ള ആളുകളേ ഉള്ളൂ. എന്നാലും ഈ സ്ഫടികത്തിൽ ലാലേട്ടൻ ചിപ്പി ചേച്ചിയോട് പറയുന്ന ഡയലോഗ് ഉണ്ട്. അതായത് ചാക്കോ മാഷിന്റെ 100 പവന്റെ ഇടയിൽ ഈ പാവം കൂടുതൽ മുക്കി കളയുന്നത്. അത്ര ഉള്ളൂ. തകർത്തനാണ്. ഇനി ഈ സിനിമയിലെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന് ലഭിച്ചിരിക്കുന്നത്, കൂടെ നിന്നിരിക്കുന്നത് 4 നായികമാരാണ്. 1, 2, 3, 4 ആലോചിച്ച് നോക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിൽ ആദ്യത്തെ നായികയായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോണത്. ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടി. അതിനപ്പുറത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് 9 Months 6 കുഞ്ഞോട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുണ്ടപകർ ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിയ വർഗീസ് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. കൂടുതൽ എന്ന സിനിമ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിബിൻ ചേട്ടനെ പോലെ ഒരാളുടെ ഒപ്പം നായികയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സകല കലാവല്ലഭൻ
എന്താ പറയാ സ്റ്റോറി വേണ്ട വേണ്ട ഇവിടെ നിൽക്കും, സ്റ്റോറി എഴുതും, പാട്ട്, ഇത് ഡാൻസ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഒത്തുണ്ടെങ്കിൽ ചേർന്ന ഒരാൾ. എന്നാൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് ചോദിക്കും, എന്താണ് പ്രശ്നം ചോദിച്ചിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ച് അതിൻ്റെ കാരണം മനസ്സിലാക്കി നമ്മളെ അതോടൊപ്പം ചേർത്ത് നിർത്തി അഭിനയിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളുടെ ഒപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരും. അപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും വിഷമം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം കണ്ട ആളും മനസ്സിലാക്കും, നീയാ എന്താ ഇങ്ങനെ ചോദിക്കും, ഒന്നുമില്ല ചേട്ടാ, ഇല്ല എന്തോ ഉണ്ട്. അപ്പോൾ ചോദിക്കും, ചോദിച്ച് നമ്മുടെ കാരണം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം വ്യക്തമാക്കി അതിലേക്ക് അതിൻ്റെ റീസൺ നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് നമ്മളെ ആ ഒരു കഥയുടെ ഇതിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരാളാണ് ബിപിൻ ചേട്ടൻ. അപ്പം എനിക്ക് ഒരുപാട് 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 സന്തോഷം, അങ്ങനെ ഒരാളുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. പിന്നെ സിനിമയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഡയറക്ടേഴ്സാണ്. ഷാനു കാക്കൂർ എന്ന് പറഞ്ഞ ഷാനുക്കയും ഷാഫി എപ്പിക്കാട് എന്ന് പറഞ്ഞ ഷാഫിക്കയുമാണ്. 2 ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രീൻ ഷൂട്ടിൻ്റെ സമയത്ത് പറയും ഇതാണ് സംഭവം, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ ഷാഫിക്ക് വന്നിട്ടൊരു കാര്യം പറയും, ഇതാണ് നമ്മുടെ ഷോട്ട്, ഇതാണ്. ഷാനുക്ക് വന്നിട്ട് ഒരു കാര്യം പറയും, ഇതാണ് നമ്മുടെ ഷോട്ട്, ഇങ്ങനെയാണ്. ഒരു 2 പറയും. അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ ബിപിൻ ചേട്ടനായിരിക്കും. ബിപിൻ ചേട്ടൻ പറയും ഇതാണ് സംഭവം. അവർ 2 പറഞ്ഞാലും ബിപിൻ ചേട്ടൻ വന്നിട്ട് പറയും ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. സിനിമയുടെ ഫുള്ള് കഥ പറയുന്നത് അല്ല, അപ്പൊ പറയും ഇനി ഇതാണ് ഇത്രേ ഉള്ളു സംഭവം. അപ്പൊ നമ്മളെ സപ്പോർട്ടായിട്ട് അത്രയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ അവർ 2 ഹാപ്പിയാണ്. അവർ 2 ഹാപ്പിയാക്കുന്ന രീതിയിൽ വിഭജിച്ചൊരു സാധനം പറയും, ഇത്ര ചെയ്താൽ മതി, ഇത്രേ ഉള്ളു സംഭവം. അപ്പോൾ നമ്മൾ അത്രയും ചേർത്ത് നിർത്തിയിട്ട് കൂടെ നിൽക്കുന്ന ആളാണ് ബിപിൻ ചേട്ടൻ. അപ്പൊ ബിപിൻ ചേട്ടൻ്റെ ഒപ്പം ഓർത്ത് നിർത്തിയിട്ട് ചേർത്ത് നിർത്തി അഭിനയിക്കാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനേക്കാളുപരി ഷാനുക്കയുടെ ഷാഫിക്കിൻ്റെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതിൻ്റെ ഒപ്പം എല്ലാവരും എന്താ പറയുക, എല്ലാവരും പേരെടുത്ത് പറയാൻ സാധിക്കില്ല, ഒരുപാട് സമയമെടുക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ. എല്ലാവരും ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു കൂടുതൽ എന്ന സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഇത്രയും ഒരു വലിയൊരു ക്രൗഡിൻ്റെ ഒപ്പം കൂടെ ചേരാൻ അവസരം ലഭിച്ചത് ഒരുപാട് 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 സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ജൂൺ 20 ഈ ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് നമ്മുടെ ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്ത കൂടുതൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് 2 വാക്ക് അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ വർത്താനം പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ കയ്യടി വായിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് ഈ ഒബ്രോൺ മോൾ. ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മീറ്റിങ്ങിനാണെങ്കിലും ഒരു ചായ കുടിക്കാനൊക്കെ ഏറ്റവും വരുന്ന ഒരു സ്ഥലമാണ് ഒബ്രോൺ. എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ഇൻസിഡൻസ്, ഈ ഭാവിയിലുള്ള ഇൻസിഡൻസിനും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഒബ്രോൺ മോൾ. ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒബ്രോണിൽ വെച്ച് നമ്മുടെ ടീസർ ലോഞ്ച് നടത്തിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കാണാൻ സാധിച്ചതിലും സത്യം പറഞ്ഞാൽ ബിപിൻ്റെയും എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അറിയാതെ കുറേ വർഷം ഞങ്ങളല്ലേ വർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. ആദ്യത്തെ ഞങ്ങളുടെ ഒത്തുകൂടൽ എന്ന് പറയുന്നത് അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ ഞങ്ങളുള്ള സീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? അതിൽ ഞാനും ബിപിനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഇന്ദ്രിത്തായിട്ടും ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് ഇത് ഫർണിച്ചർ കടയാണ്, ചായക്കടയല്ല എന്ന് വന്ന് പറയുന്നത് മിസ്റ്റർ ബിപിൻ ജോർജ് ആണ്. അദ്ദേഹമാണ് ആ സിനിമയുടെ റൈറ്റർ. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സിനിമയാണിത്. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രമോഷൻസ് ആത്മാർത്ഥമായിട്ട് ചെയ്ത മറ്റൊരു സിനിമ ഇല്ലാതെ തന്നെ പറയാം. ഞങ്ങളെക്കാട്ടി കൂടുതൽ പ്രമോഷൻസ് ഓടിയാണെന്ന് ചെയ്യുന്നത് ബിപിനാണ്. ബിപിൻ നല്ല ടയേർഡാണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ കുടുംബമായിട്ടൊക്കെ ഇറങ്ങുകയാണ്. ഒരുപാട് ചെറിയ വേഷങ്ങളിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, ഒത്തിരി പേര് ഇവിടെ ഉണ്ട് എനിക്ക് കാണാം. അപ്പം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. സ്പെഷ്യലി ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഷാഫിക ചേച്ചി, മഞ്ജു ചേച്ചി, ബാദുക്ക, എല്ലാവരും ഇവിടെ എത്തിപ്പെടും. എനിക്കറിയാം ലുലുവിൽ ഇന്ന് വേറൊരു ഇവന്റ് നടക്കുന്നുണ്ട്. എന്നാൽ കൂടെ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു പ്രമോഷന് വേണ്ടി ഒത്തുകൂടിയ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാണ്. ആൻഡ് കുറേ നേരം ബിപിൻ്റെ മോള് നമ്മളെന്താ വിളിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെപ്പോൾ വിളിക്കും, നമുക്കൊരു പ്രത്യേക എൻട്രി ആയിരിക്കും. ഇപ്പം സന്തോഷമായ സിനിമ കാണോ? നീ കാണുമോ സിനിമ? എന്നാ സിനിമ റിലീസാവണെന്ന് അറിയോ? ജൂൺ 20 പറഞ്ഞേ.
അവക്ക് അപ്പന്റെ കാര്യം ഒന്നും അറിയാൻ പാടില്ല. മഞ്ജുപിള്ള ചേച്ചിനെ സ്നേഹിച്ചോണ്ടിരിക്കുക. ജൂൺ 20 റിലീസാണെന്ന് പറഞ്ഞു. ജൂൺ 20 ഞങ്ങളുടെ അപ്പൻ്റെ പടം റിലീസാണ്, ടിബിൻ ജോണിന്റെ പടം റിലീസാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾ അത് മാത്രമല്ല, ഞങ്ങളുടെ വിപിൻ പാട്ടുകാരനും കൂടെ ആയിട്ടുള്ള സിനിമയാണത്. അപ്പൊ അതുകൊണ്ട് ആ പാട്ടും നിങ്ങൾ യൂട്യൂബിൽ കാണുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്, എസ്പെഷ്യലി ജിതിൻ ചേട്ടാ ഈ ഒരു റിസ്ക് ഞങ്ങൾക്ക് വേണ്ടി എടുത്തതിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ ഒരു സിനിമയിലെ 4 നായികമാരിൽ ഒരാളാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിൽ നല്ലൊരു വേഷം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ആ പൈസ നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞാനിവിടെ കിടന്ന് കൂടുതൽ സംസാരിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളത് കണ്ടറിയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാൻ. അടുത്തായിട്ട് ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സംവിധായകർ ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാൻ, ഒപ്പം നമ്മുടെ നെടുന്തോണായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിതിൻ കെ വി എന്ന പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ ഷൗക്കത്ത്, അതുപോലെ തന്നെ സിബു സുകുമാരൻ, പിന്നെ വയോ ബഷീർക്ക കണ്ടിട്ടുണ്ട്. ഈ സിനിമയുടെ ഭാഗമാണ് ശിവ ചേട്ടാ. എല്ലാവരും വന്നാട്ടെ. കൂടൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുമിച്ച് കൂടിയവരിൽ കൊച്ചിയിലെ ഒബ്രോമാൾ എന്ന് പറയുന്ന ഈ മാളിൽ ആദ്യം ഒരുമിച്ചെത്തിയത് നിങ്ങളാണ്. കൂടൽ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ കൊടുത്ത പ്രതീക്ഷകൾ വലുതാണ്. മലയാള ചലച്ചിത്ര ലോകത്ത് എന്നേക്കുമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മലയാള ചലച്ചിത്രമാവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ സഹകരണത്തിൽ, നിങ്ങളുടെ പ്രോത്സാഹനത്തിൽ ഈ ഒരു സിനിമ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഈ ഒരു പരിപാടിയിലെ ഓഡിയോ ലോഞ്ച് ഒരു നല്ല ഐഡിയ എനിക്ക് കൊടുക്കുന്നത് എൻറ്റയർ ടീം മെമ്പേഴ്സ്. കൂടൽ എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ എൻറ്റയർ ഇത്രയും വലിയൊരു ക്രൂ ഇതുപോലെ ടീച്ചറിന് അടുത്തൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ. ഓൾമോസ്റ്റ് 90% ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നല്ലൊരു ഐഡിയ കൊടുക്കണം പ്ലീസ്. കം ഓൺ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.